أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق سيد الوجود سيدنا محمد النبي صلى الله عليه وسلم وآله وأهل بيته وأصحابه رضوان الله تعالى عن كل واحد منهم أجمعين. وبحق سيدنا سيد أبو اللباس سيد أحمد بن محمد التجاني رضي الله عنه وخلفائه ومريده ومقدميه كلهم أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട തിജാനിയ ഇഖ്വാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ആത്മീയ യാത്രകളെ കുറിച്ചായിരുന്നു. ആ യാത്രകളിൽ ബഹുമാനപ്പെട്ടവർ കണ്ടുമുട്ടിയിട്ടുള്ള ഗർദുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് വാഗ്ദത്തങ്ങളൊക്കെ നൽകിയിട്ടുള്ള ഉന്നതമായ മശായിഖന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. ബഹുമാനപ്പെട്ട അലി ഹറാസിം ബറാദ തങ്ങളുടെ ജവാഹിറുൽ മആനിയും ഇബ്നുൽ മശീർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ജാമി എന്ന ഈ ഗ്രന്ഥത്തിലും സയ്യിദുനാ ശൈഖുല്ലാന്റെ യാത്രകളുടെ ഓർഡറിൽ വ്യത്യാസമുണ്ട്. അഥവാ മശായിഖന്മാരെ കണ്ടുമുട്ടുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാമെന്ന് മുഹഖിഖ് രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മലാമത്തി എന്ന് പറയുന്നത് തവാശ് തങ്ങളുടെ ത്വരീഖത്തായി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ത്വരീഖത്തല്ല ഔലിയാക്കളുടെ ഒരവസ്ഥയാണ്. അത് ഉസ്താദ് സവിസ്തരം വിശദീകരിക്കേണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖുല്ലാന്റെ ഈജിപ്തിൽ മിസ്റിൽ വെച്ചിട്ടുള്ള ഷെയ്ഖ് മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹു അന്നവരിൽ നിന്നും ഖൽവത്തിയ തരീഖത്ത് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന മഹാനവറുകൾ കണ്ടുമുട്ടിയപ്പോൾ അന്ത മഹ്ബൂബുൻ ഫി ദുനിയ വൽ ആഖിറ എന്ന് പറഞ്ഞതും അള്ളാഹുവിന്റെ അടുക്കൽ മഹ്ബൂബ് എന്ന സ്ഥാനത്ത് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ നേടിയെടുക്കും, ആ സ്ഥാനത്തുള്ളവരാണ് നിങ്ങൾ എന്ന് അന്നേ മഹാനവറുകൾ പറഞ്ഞു. അപ്പോൾ സയ്യിദുനാ ശൈഖുല്ലാനോ മഹ്മൂദുൽ ഖുർദി എന്നവരോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. അപ്പോൾ മഹാനവറുകൾ മറുപടി പറയുന്നത് ഇത് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണെന്ന്, ലഭിച്ചതാണെന്നാണ് മഹാനവറുകൾ മറുപടി പറയുന്നത്. അപ്പോൾ ആ മഹ്മൂദുൽ ഖുർദി ബഹുമാനപ്പെട്ട ഇബ്നുൽ മശീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആദ്യമായി സയ്യിദുനാ ശൈഖുല്ലാനെ കണ്ടുമുട്ടിയപ്പോൾ മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹുവിന്റെ ഖൽവത്തിയ ത്വരീഖത്താണ് ഞാൻ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കൂടെ ഒരുപാട് അസ്റാറും മാലൂമാത്തുകളൊക്കെയും ഞാൻ സയ്യിദുനാ ശൈഖുല്ലാനെ തങ്ങളിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ക്ലാസ്സിൽ പറയുന്നത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ ഷെയ്ഖായ മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുൽ കരീം അസ്സമ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഖൽവത്തിയ തരീഖത്തിന്റെ മശായിഖുമാരായിരുന്നല്ലോ. മദീനയിൽ വെച്ച് കണ്ടുമുട്ടിയ സമ്മാൻ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരുടെയും സനദാണ് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിലേക്ക് അള്ളാഹുലേക്ക് എത്തുന്ന ആ സനദ് സിൽസില. അമ്മ ഷെയ്ഖ് മഹ്മൂദ് അഥവാ മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ സ്വീകരിക്കുന്നത് അഷെയ്ഖ് ഇഫ്നാവി റളിയല്ലാഹു അൻഹു നിന്നാണ്. ഇഫ്നാവി റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നതോ മുസ്തഫൽ ബക്കരി റളിയല്ലാഹു അൻഹു നിന്നാണ്. അഥവാ മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹു, ഇഫ്നാവി റളിയല്ലാഹു, മുസ്തഫൽ ബക്കരി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് സമ്മാൻ എന്നവരോ ഷെയ്ഖ് മുസ്തഫൽ ബക്കരി റളിയല്ലാഹു അൻഹു. അഥവാ മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹുവിന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖാണ് ആര്? മുസ്തഫൽ ബക്കരി. ഈ സമ്മാൻ അവർകൾ ആരിൽ നിന്നാണ്? ഇവരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഇവരുടെ സനത് പിന്നീട് അവിടെ നിന്ന് എന്താവും? ഒന്നിച്ചു പോകും.
അപ്പൊ ഈ ജാമി എന്ന ഗ്രന്ഥത്തിൽ ആദ്യ ഭാഗത്തൊക്കെയും ഇബ്നുൽ മശ്രി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, ഈ കിതാബ് പാരായണം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഈ മഹാന്മാരുടെയൊക്കെ പറയുന്നിടത്ത് അവരുടെ മദത് തേടി ദുആ ഒക്കെ ഉണ്ടാവും. അത് ആദ്യകാലത്തുള്ള കുഞ്ഞാശകൾ അഥവാ എഴുത്തുകൾ, രേഖകൾ, ലഘുലേഖകൾ, എഴുത്തുകൾ നമ്മൾ പറഞ്ഞല്ലോ മുഖദ്ദിമയിൽ ആദ്യത്തെ എഴുതി വെച്ചത്, പിന്നെ പല ഭാഗത്തേക്ക് ഇത് പോയി, പിന്നെ അതൊക്കെ ഒരുമിച്ച് കൂട്ടി സമാഹരണമാണ് അൽ ജാമിഅ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യകാലത്തൊക്കെയും അവരുടെ മദത് തേടുന്ന വിചാരിച്ചൊന്നും എന്തുണ്ടായിട്ടില്ല, പ്രശ്നമില്ലായിരുന്നു. പിൽക്കാലത്താണ് ഇത് നമുക്ക് നിരോധിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കിതാബിൽ പല സ്ഥലത്തും അവരുടെ മദത് തേടിയിട്ടും അവരുടെ ബർക്കത്ത് കൊണ്ടൊക്കെയും ദുആകൾ വരും. അതാണ് ഞാൻ ഉസ്താദ് കനൂന്തങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ച് അത് ഉറപ്പിച്ചത്. ഈ വിഷയം ബഹുമാനപ്പെട്ടവർ ഉസ്താദിനോട് വിശദീകരിക്കേണ്ടായി. അങ്ങനെ ഈ ഖൽവത്തിയ ത്വരീഖത്തിന്റെ സനദ് ബഹുമാനപ്പെട്ടവർ തുടങ്ങാണ്. ലക്കന റബ്ബുൽ ഇസ്സത്തി ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക്. പിന്നെ ലക്കന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക്. പിന്നെ അലി ബിൻ അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹു. പിന്നെ രണ്ട് മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലേക്ക്. പിന്നെ അവരുടെ മകനായ ബഹുമാനപ്പെട്ട ഇബ്നു അൽ ഹസൻ റളിയല്ലാഹു അൻഹുലേക്ക്. പിന്നെ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, പിന്നെ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു. പിന്നെ അതുപോലെ തന്നെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, പിന്നെ ജമീൽ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു, രണ്ടിലേക്ക് ഇത് പോകുന്നുണ്ട്. നമ്മൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിലൂടെ പിന്നെ അവരാർക്ക് ചൊല്ലിക്കൊടുത്തു നൽകി? ഹബീബൽ അജമി റളിയല്ലാഹു അൻഹു, അവർ ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു, അവർ മഅറൂഫ് ബിനു ഫൈറൂസിൽ കർഹി റളിയല്ലാഹു അൻഹു, അവർ അസ്സരി ബിനു മുഅല്ലസ് സഖതി റളിയല്ലാഹു അൻഹു, അവർ സയ്യിദു ത്വായിഫത്തുൽ ബഗ്ദാദി ജുനൈദ് ബിനു മുഹമ്മദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവർ മുഹമ്മദുൽ ബക്കരി റളിയല്ലാഹു അൻഹു, അവർ വജീഉദ്ദീൻ ഖാളി റളിയല്ലാഹു അൻഹു, അവർ ഉമറുൽ ബക്കരി റളിയല്ലാഹു അൻഹു, ലക്കന അബൻ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ലക്കന കുതുബുദ്ദീൻ അബ്ഹരി റളിയല്ലാഹു അൻഹു, അവർ റുക്നുദ്ദീൻ മുഹമ്മദ് സഞ്ചാനി റളിയല്ലാഹു അൻഹു, ലക്കന ഷിഹാബുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു, അവർ സയ്യിദി ജമാലുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു, അവർ ഇബ്രാഹിം സായിദ് കീലാനി റളിയല്ലാഹു അൻഹു, അവർ മുഹമ്മദ് ഖൽവത്തി റളിയല്ലാഹു അൻഹു, അവർ ഉമറുൽ ഖൽവത്തി റളിയല്ലാഹു അൻഹു, അവർ മുഹമ്മദ് ബിൻ ബിറാമുൽ ഖൽവത്തി റളിയല്ലാഹു അൻഹു, അവർ അൽ ഹാജ് ഇസ്സുദ്ദീൻ റളിയല്ലാഹു അൻഹു, അവർ സദ്റുദ്ദീൻ അൽ ഖയാബി റളിയല്ലാഹു അൻഹു, അവർ സയ്യിദ് യഹ്യ ബിൻ ബാഖൂബി റളിയല്ലാഹു അൻഹു, അവർ സയ്യിദ് മുഹമ്മദ് ബിൻ ബഹാഉദ്ദീൻ ഷൈറുവാനി റളിയല്ലാഹു അൻഹു, അവർക്ക് അൽ അർസഞ്ചാനി എന്ന പേരുമുണ്ട്, അവർ സയ്യിദ് ജലബി റളിയല്ലാഹു അൻഹു, അവർ ജമാൽ ഖൽവത്തി എന്നറിയപ്പെടുന്ന ആ വിശേഷണത്തിൽ അറിയപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടുത്തെ സുൽത്താനായിരുന്നു മുഖദ്ദിസ്. അവർ ഖൈറുദ്ദീൻ തൂക്കാദി റളിയല്ലാഹു അൻഹു, അവർ ഷഅബാൻ ഖസ്തമൂനി റളിയല്ലാഹു അൻഹു, അവർ മുഹിയുദ്ദീൻ ഖസ്തമൂനി റളിയല്ലാഹു അൻഹു, അവർ ഉമറുൽ ഫുആദി റളിയല്ലാഹു അൻഹു, അവർ അഷ്ശൈഖ് ഇസ്മായിൽ ജൗറൂമി എന്നവർ, അവർ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, ഷാമിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ അരികത്താണ് മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നത്, അവരുടെ റൗളയുള്ളത്. അവർ അതിന്റെ ഇർഷാദും ഇതൊക്കെ നൽകിയത് അലി അഫന്തി കറാബാഷ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നും അതിന്റെ ഖിലാഫത്ത് പട്ടം ഏറ്റെടുക്കുന്നത് അവരുടെ മകനായ ഷെയ്ഖ് മുസ്തഫ അത്ത്-തബീബി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നും അവർക്ക് ഈ കുട്ടിക്ക് ഇതിന്റെ പരയോദ്യം ഇതൊക്കെയും ബഹുമാനപ്പെട്ടവർ നൽകിയിട്ടുണ്ടായി, ഇർഷാദ് ഇതൊക്കെയും. അവരിൽ നിന്നും ഈ പദവി ഏറ്റെടുത്തത് അഷ് മുസ്തഫ അഫന്തി അൽ ഇർദി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നും ഇതൊക്കെ ഏറ്റെടുത്തത് അബ്ദുൽ ലത്തീഫുൽ ഖൽവത്തി ഹലബി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നും ഖുതുബുൽ വുജൂദ് അഷ് മുസ്തഫ ബിൻ കമാലുദ്ദീൻ സിദ്ദീഖ് ബക്കരി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നും അഷ് ജിഫ്നാവി റളിയല്ലാഹു അൻഹു, ഓർമ്മയുണ്ടോ? ജിഫ്നാവി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നും മഹ്മൂദുൽ ഖുർദി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നും ഖുതുബുൽ സമാനി ഫരീദ് അസ്ലി വാവാനി ഷെയ്ഖന ഖുതുബുൽ അക്താബ് വഖുദ്വത്തുന ഇലല്ലാഹ് മൗലാന അബുൽ അബ്ബാസ് അഹ്മദ് തിജാനി ഖദ്ദസല്ലാഹു സിദ്റഹു റളിയല്ലാഹു അൻഹു വൻ ജമീഅ. പിന്നെ ദുആ ആണ് അവർക്ക് വേണ്ടി. അങ്ങനെ ഇവരിൽ നിന്ന്
ഇതാണ് ഖൽവത്തിയ ത്വരീഖത്തിന്റെ സയ്യിദുൽ ശൈഖ് തങ്ങളുടെ റൂട്ട്. ഉലൈക ആബായി ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജമഅതന യാ ജരീറുൽ മജാമി എന്ന് ബഹുമാനപ്പെട്ട മിശ്ർ റളിയല്ലാഹു അൻഹു ഒരു കവിതയും കൂടി, ഇവരൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് സയ്യിദുൽ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തി, അറിയാലോ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്ലാണ് അടുത്തത്. ബഹുമാനപ്പെട്ടവർ സഹാബാക്കളുടെ അപ്പുറമല്ല, സഹാബാക്കളല്ലാത്ത മറ്റെല്ലാ ആളുകളെയും അപ്പുറത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അത് ബഹുമാനപ്പെട്ട കുതുബുൽ മക്തൂം എന്ന ആ പദം അത് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി, ശൈഖുൽ അക്ബർ ഇബ്നുൽ അറബി തങ്ങള് അവരുടെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഗ്രന്ഥങ്ങളിൽ കുതുബുൽ മക്തൂം എന്ന ആ പദം എന്താണ്ട് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഉന്നതമായ സ്ഥാനത്തിലേക്കൊക്കെ എത്തുന്നതിന്റെ അതൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെയും ഇബ്നുൽ അറബിൽ ഹാത്തിമി റളിയല്ലാഹു അൻഹു അവരുടെ തങ്ങളുടെയും മക്കാം എന്താണ്? കാരണം അവരുടെ സംസാരങ്ങൾ ചില ഷതഹാത്തുകൾ വന്നിട്ടുണ്ട്. ഷതഹാത്ത് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ ഉന്നതമായ അവസ്ഥയിൽ അവർ ചിലപ്പോൾ ചില സംസാരങ്ങൾ സംസാരിക്കും. അത് സാധാരണക്കാരായ ആളുകൾക്കൊന്നും എന്താവില്ല, വ്യക്തമാവില്ല. അതിന് വ്യാഖ്യാനങ്ങൾ മുഴുവൻ ഔലിയാക്കന്മാരാണ് അവർ വ്യാഖ്യാനിക്കേണ്ടത്. അതിന്റെ ഉൾസാരങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള ചില സംസാരങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംസാരങ്ങൾ ആര് നടത്തിയിട്ടുണ്ട്? ഇബ്നുൽ അറബി തങ്ങളും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഞാൻ ആരോട് ചോദിച്ചു? സയ്യിദുന ശൈഖ് ചോദിച്ചു. അതാണ് പറയുന്നത് ഇബ്നുൽ മശ്ർ റളിയല്ലാഹു അൻഹു. അഥവാ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഒരു കവിത പാടും. മാഫിസ് സ്വബാബത്തി മൻഹലുൻ മുസ്തഅദബുൻ ഇല്ലാ വലി ഫീഹിൽ അലദുൽ അത്യബു. ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയൊരു കവിത, ഒരു ബൈത്ത് മഹാനവറുകൾ പാടിയിട്ടുണ്ട്. അതിൽ മഹാനവർ പറയുന്ന എല്ലാ ഔലിയാക്കന്മാർ കിട്ടുന്നതൊക്കെ എന്നിലൂടെ എന്ന രീതിയിലാണ് ആ കവിത മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബിനാ ഖത്മുല്ലാഹിൽ വിലായത്തു ഫന്തഅത് ഇലൈന. അല്ലാഹു ഖത്മുൽ വിലായത്ത് എന്നിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്ഥാപിച്ചു, അവസാനിപ്പിച്ചു. ഫലാ ഖത്മുൻ യകൂനു ലഹാ ബഅദി. എനിക്ക് ശേഷം എന്താ ഇല്ല? ഖത്മില്ല, ഖത്മുൽ വിലായ ഇല്ല. വമാ ഫസ ബിൽ ഖത്മി അല്ലദി ലി മുഹമ്മദിൻ മിൻ ഉമ്മത്തി വൽ ഇൽമി ഇല്ലാ അന വഹദി. ഇൽമു കൊണ്ടും ഖത്മു കൊണ്ടും മുഹമ്മദിയ ഉമ്മത്തിൽ നിന്ന് വിജയിക്കുകയില്ല, ഇല്ലാ അന വഹദി, എന്നെ കൊണ്ടല്ലാതെ. ഇങ്ങനെ ഒരു കവിതയും ആരും പറഞ്ഞിട്ടുണ്ട്? ഇബ്നുൽ അറബി തങ്ങളുടെ കവിതകളിലുണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അഥവാ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ഔലിയാക്കന്മാരെ കുറിച്ചും അവരുടെ മർത്തബകളെ കുറിച്ചും പിന്നെ അതിൽ ആരാണ് ഏറ്റവും അയലാ മക്കാമൊക്കെയും വിശദീകരണം തേടിയിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. ആര്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു. ആരാണ് പറയുന്നത്? ഇബ്നുൽ മശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ശൈഖ് അബ്ദുൽ ഖാദിർ വൽ ഹാത്തിമി മഖാമുഹുമ അയലാ മിൻ ജമീൽ ഔലിയ. ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങളുടെയും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെയും മഖാമ് എല്ലാവരുടെക്കാളും എല്ലാ ഔലിയാക്കന്മാരെക്കാളും ഉന്നതമായ അവസ്ഥയിലാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന്റെ കൂടെ എന്നോട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനേക്കാളും അധികരിച്ചിട്ട്, അഥവാ ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങളും അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും എത്താത്ത ഒരു സ്ഥാനം, അവരൊന്നും അതിജയിക്കാത്ത, അവരൊന്നും എത്താത്ത ഒരു സ്ഥാനം എന്തായിട്ടുണ്ട്? എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത ഒരു അനുഗ്രഹമുണ്ട്. ഫഇന്ന ഫളലല്ലാഹി ലാ ഹദ്ദ ലഹു ഇല്ലാ മാ ഹജ്ജറഹു ലക്കു മിൻ നുബുവ. നുബുവത്തല്ല, നുബുവത്തിന്റെ അവസ്ഥയും ശ്രേഷ്ഠതയും ഒക്കെ വേറെ. അതിനൊക്കെ അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഉന്നതമായ ഔദാര്യങ്ങളുണ്ട്. ആ ഔദാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തായി നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതാണ്. അപ്പോൾ ഇവർക്ക് അപ്പുറത്താണ് അത് ആര്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തി കൽ മത്തരി ലാ യുദ്രി ഐ അൻഫഉ അവ്വലുഹു ഔ ആഖിറു. എന്റെ ഉമ്മത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു മഴ പോലെയാണ്. അതിൽ ആദ്യത്തിലാണോ അവസാനത്തിലാണോ ഏറ്റവും ഉപകാരം എന്ന് അറിയില്ല എന്നൊരു ഹദീസ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് ഉണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബർക്കത്ത് കൊണ്ടും
നന്മ കൊണ്ട് ഹൈറ് കൊണ്ടും അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ വിധിന്യായങ്ങൾ ഹുക്കുമുകൾക്ക് അനുസരിച്ച് മുൻഗാമികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അഹ്കാമങ്ങളിൽ നിന്നൊക്കെയും ഹുക്കുമ് സ്വീകരിച്ചിട്ട് അതൊക്കെയും വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത് പിൽക്കാലത്താണല്ലോ പിന്നീട് വരുന്നത്. ഇതൊക്കെയും ക്രോഡീകരിക്കപ്പെടുകയും ചർച്ചകളും വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ നിർദ്ധാരണം ചെയ്ത് ഇതൊക്കെയും ക്രോഡീകരിക്കുകയും ചർച്ചയും കൃതങ്ങളും ഓരോ മേഖലകളൊക്കെ വരുന്നത്, ഈ ഹുക്കുമുകളൊക്കെ നിർദ്ധാരണം വിശദീകരണമൊക്കെ നടക്കുന്നത് പിൽക്കാലത്തുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബർക്കത്തും ഖൈറും അള്ളാഹുവിലേക്കുള്ള ദഅവത്തും ഹുക്കുമുകളൊക്കെ വ്യാഖ്യാനിക്കലും. അപ്പോൾ പിൽക്കാലത്ത് എന്ത് സംഭവിക്കും? ആദ്യകാലത്ത് ആദ്യകാലത്തുള്ള മഹാന്മാർ പറഞ്ഞിട്ടില്ലാത്ത സംഭവങ്ങൾ, കൗലുകൾ, ബയാനുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെയും പിൽക്കാലത്തുള്ള ഇതിനെ ചൂട് പിടിച്ചിട്ട് ഹുക്കുമുകൾ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരെന്താവും? കണ്ടെത്തും, നിർദ്ധാരണം ചെയ്തെടുക്കും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. ഇതിനെ ഖുർആനും ഹദീസ് മുൻമാതൃകളിൽ നിന്നൊക്കെയും കൃത്യമായി നിലകൊണ്ടുകൊണ്ട് ഹുക്കുമുകൾ പ്രസ്താവിക്കുക, കണ്ടെത്തുക പുതിയ പുതിയ സംഭവ വികാസങ്ങൾക്ക്. അപ്പോഴൊക്കെയും ഈ പിൽക്കാലത്തുള്ള ആളുകൾ ഈ ഇങ്ങനെയുള്ള ഹുക്കുമുകളൊക്കെ കണ്ടെത്തുമ്പോൾ അവരുടെ മേൽ നിർബന്ധമായി വരും എന്ത്? പങ്കാംഗികളായ കൃത്യമായ അതിന്റെ കവായിദകൾ, അതിന്റെ അടിസ്ഥാന മനസ്സിലായിട്ടുണ്ടോ? ഇതിന് കൃത്യമായ കവായിദകളുണ്ട്, ഉസൂലുകളുണ്ട്. അതിൽ നിന്നാണ് എന്താക്കാൻ പറ്റൂ? പുതിയ പിൽക്കാലത്തെ ഹുക്കുമുകൾ കണ്ടെത്താൻ പറ്റും. അല്ലാതെ പുതിയ എന്താക്കാൻ പറ്റൂല, ഉണ്ടാക്കാൻ. അങ്ങനെ കണ്ടെത്തി ആ രീതിയിൽ പഴയ അടിസ്ഥാനപരമായുള്ള കായികകളെ പിന്തുടർന്നിട്ട് കൃത്യമായി ഖുർആനിലും ഹദീസിലും ശരിയായി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുതിയ പ്രശ്നങ്ങൾക്ക് എന്താവാം? ഹുക്കുമുകൾ കണ്ടെത്താം. അങ്ങനെയാണ് പിൽക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി ചെയ്തുകൊണ്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഈ മാർഗം, ഈ പോക്ക്, ഈ യാത്ര എന്ന് പറയുന്നത് കൃത്യമായ ഉസൂലിൽ അധിഷ്ഠിതമായിരിക്കും. ഇങ്ങനെ വന്ന മാർഗത്തിൽ അധിഷ്ഠിതമായിരിക്കും. അല്ലാതെ വന്നാലോ അത് തള്ളപ്പെടേണ്ടതാണ്. അങ്ങനെ ഈ ഖുർആൻ ഹദീസ് ഇങ്ങനെയുള്ള ഉസൂലുകളിൽ നിന്നും വരാതെ, മുൻകൈന്റെ ഇമാമുകളിൽ നിന്നും ഇതൊന്നും വരാതെ, അസ്വാബിൽ നിന്നും വരാത്ത പുതിയ രീതിയിൽ ഒരാൾ കൊണ്ടുവന്നാൽ മർദൂദുൻ. മാത്രമല്ല അത് കൊണ്ടുവന്ന ആളെയും എന്താവും? തള്ളപ്പെടും. അത് കൊണ്ടുവന്ന ആളെയും തള്ളപ്പെടും. അപ്പോൾ ഈ ചർച്ചന്റെ ഇടയിൽ ഈ ഹദീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട എമിൽ മർഷദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇതിനാൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ സാഹചര്യം അനുസരിച്ചാണ്. കാരണം ഇങ്ങനെയാണ് ഈ ഹദീസിന്, അഥവാ ഉമ്മത്തി കൽ മതരി ലാ യുദ്രി എന്ന ഹദീസിന് പല ഉന്നതമായ മഹത്തുക്കളും പണ്ഡിതന്മാരും ഇങ്ങനെയാണ് അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. മനസ്സിലായോ? ഇങ്ങനെയാണ്, അതാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ആദ്യത്തെ ആളുകളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല പിൽക്കാലത്ത് മുതഖദ്ദിമീങ്ങളായ ആളുകൾക്ക് എന്തായിട്ടുണ്ട്? ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ആദ്യത്തെക്കാളും വലിയ ഔദാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൽക്കാലത്തുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ എന്താണ് നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക. അപ്പോൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഉന്നതമായ ഔദാര്യമാണത്, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണത്. അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിശ്വാസ പ്രകാരം, അഖീദ പ്രകാരം എന്തല്ല, മുഹാലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആദ്യമുള്ള ആളുകളെക്കാളും അവസാനമുള്ള ആളുകൾക്ക് കൂടുതൽ പൊതുവിൽ ഔദാര്യം നൽകിക്കൂടെ? അത് വിശ്വാസപരമായിട്ട് തെറ്റുണ്ടോ? വിശ്വാസശാസ്ത്രപരമായിട്ട്, അഖീദപരമായിട്ട് ഇല്ല. ബൽ ഹുവ ജായിസുൻ, അത് ജായിസായ കാര്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു, ബഹുമാനപ്പെട്ടവരോട്, മാനവർകളെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പ്രത്യേകമായ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരിൽ നിന്നും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് പ്രത്യേകമായി അല്ലാഹു നൽകിയ സ്ഥാനങ്ങളെ, മക്കാമുകളെ, ഫളൽ ഔദാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകളുടെ മക്കാമിനെ കുറിച്ച് പറഞ്ഞു, സഹാബത്തല്ലാത്ത വേറെ ആൾക്കും ഈ സ്ഥാനം നൽകിയിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥാനത്താണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു വിരാജിക്കുന്നത്. അസ്ഹാബുകൾ കഴിഞ്ഞാൽ വേറെ ആർക്കും ലഭിക്കാത്ത ഉന്നതമായ സ്ഥാനത്താണ് ആരുള്ളത്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഉള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആദരായ ചില ആളുകൾ, മഹത്തുക്കൾ പറഞ്ഞു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്ന ചില ആളുകൾ പറയുന്നുണ്ട്, ഇത് കുറച്ച് ഇടുക്കലാണല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇനിയും ആളുകൾക്ക് കൊടുത്തൂടെ? അപ്പോ ഇനിയും പിൽക്കാലത്തുള്ള ആളുകൾക്ക് എന്തായിക്കൂടെ? ഈ സ്ഥാനങ്ങൾ വാരി കൊടുത്തു. ഇത് ഇനി തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാവരുടെയും നേതാവാണ്, എല്ലാവരും സ്വീകരിക്കുന്നത് എന്നിൽ, അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നാണ്, അസ്ഹാബുകളും അംബിയാ മുർസലും ഒഴികെ.
അപ്പോൾ ഇനിയും ഒരാളുകൾ വരുന്നതിനെ കുറിച്ച് അത് എന്താണ് തടസ്സം നിൽക്കലല്ലേ, ഇങ്ങനെ എടുക്കണോ എന്നാണ് ചോദ്യം. അപ്പോൾ സയ്യിദുന ശൈഖ് അൽബാനി പറഞ്ഞു, ഇതങ്ങനെ എടുക്കലല്ല, കുടുസാക്കലല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദർ, അവന്റെ ഹുക്കുമിൽ, അവന്റെ മശീഅത്തിൽ ആദ്യമേ തീരുമാനിച്ച ഔദാര്യമാണത്. അവൻ കൊടുക്കാൻ തീരുമാനിച്ചു, അത് കൊടുക്കാൻ തീരുമാനിച്ച കാര്യമാണ് ഇത്. അതിൽ പിന്നെ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല, ചർച്ച ചെയ്തിട്ടും ഇങ്ങനെ കുടുസ് എന്ന് പറഞ്ഞ അള്ളാഹ് തീരുമാനിച്ചതല്ലേ നടക്കൂ. അപ്പൊ ഇതോടുകൂടി ഇത് കഴിയും. ഇനി അതിനുശേഷം അള്ളാഹു എന്താ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഉണ്ടാവില്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തിനു സംശയിക്കണം, ചോദ്യം ചെയ്യണം? അള്ളാഹുവിന്റെ ഹുക്കുമുകളിൽ, അള്ളാഹുവിന്റെ വിധികളിൽ ആർക്കും തർക്കിക്കാൻ അവകാശമില്ല, ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇതൊക്കെയും അള്ളാഹുവിന്റെ തീരുമാനമാണ്. സയ്യിദുന ശൈഖ് അൽബാനിന്റെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തീരുമാനിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരോട്? ബഹുമാനപ്പെട്ട അബുൽ മശർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ ആക്ഷേപകര ആളുകളോട് പറയാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഖൽഖി അൽ ഇത്ലാഖ്, കൃത്യമായിട്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ഖൽഖാണല്ലോ. അപ്പോൾ ആ അഫ്ളലുൽ ഖൽഖ് എല്ലാം നൽകിയിട്ടുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ എന്തേ ഇങ്ങനെ ആരോപിക്കുന്നവർ എന്ത് ആരോപിക്കാതെ റസൂലുള്ളാഹിക്ക് എല്ലാം കൊടുത്തു, ഇനി ഒരാൾക്ക് അവസരം ഇല്ലേ എന്ന് ചോദിക്കാത്തത് എന്തേ? അവിടെ ആ ചോദ്യം വരണ്ടേ? അങ്ങനെയാണെങ്കിൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണെങ്കിൽ പിന്നീട് ഉള്ള ആളുകൾക്ക് ഇവർ ഭാവിക്കുന്ന പോലെ പിന്നീടുള്ള ആളുകൾക്കൊന്നും അത് നേടിയെടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊന്ന് കുടുസാക്കിയല്ലോ, എല്ലാം റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് പറയുന്ന മനസ്സിലാവുണ്ടോ? അങ്ങനെ ചോദിച്ചൂടെ? ഇങ്ങനെ ചോദിക്കുന്ന ഇങ്ങനെയുള്ള മോശമായ വർത്താനമുള്ള ആളുകളുടെ തോന്നലാളുകളാണ് ഇതൊക്കെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബ്ബഹുല്ലാഹ്, അവരെ നശിപ്പിക്കട്ടെ, അവരെ വഷളാക്കട്ടെ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, ഫളിൽ എന്ന് പറയുന്നത്, അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ലഭിച്ചതാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പകുത്തു കിട്ടിയതാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അത് എങ്ങനെ കിട്ടിയതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും നൽകിയിട്ടുള്ള സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത, അങ്ങനെ നൽകിയിട്ടുള്ള മഹാനാണ് ആര്? സയ്യിദുന ശൈഖ് അൽബാനി. സയ്യിദുന ശൈഖ് അൽബാനി ഹഖീഖത്തുൽ മുഹമ്മദിയിൽ നിന്ന് ഇതൊക്കെയും അള്ളാഹുവിന്റെ വലിയ ഔദാര്യ പ്രകാരം ഇതൊക്കെ മഹാനവറുകൾക്ക് എന്തായി നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ ഈ ഖുതുബുൽ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ആരും സംശയിക്കേണ്ടതോ തർക്കിക്കേണ്ടതോ ഇല്ല. കാരണം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്നും അള്ളാഹുവിന്റെ വലിയ ഔദാര്യത്തിൽ അത് നേടിയെടുക്കാൻ, അള്ളാഹുവിന്റെ ഔദാര്യത്താൽ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹുവിലേക്കും സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിലേക്കുള്ളത് ബഹുമാനപ്പെട്ടവർ ഇതൊക്കെ കോരിക്കുടിക്കുന്നത് ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ആ സമുദ്രത്തിൽ നിന്നാണ്. അപ്പോൾ സയ്യിദുന ശൈഖ് അൽബാനി തങ്ങളും ഹഖീഖത്തുൽ മുഹമ്മദിയയും തമ്മിൽ ഇടയിൽ വാസിത്തയില്ല, നേർക്ക് നേരെയാണ്. മനസ്സിലായോ? സയ്യിദുന ശൈഖ് റളിയല്ലാഹു മദദ് ഒഴുകുന്നതിൽ ദുന്യാവിയായിട്ടും ഉഖ്റവിയായിട്ടുള്ള എല്ലാ ദീനിയും ദുന്യാവിയായിട്ടുള്ള എല്ലാ ഉലൂമുകൾ എല്ലാം ലഭിക്കുന്നതിൽ സയ്യിദുന ശൈഖ് അൽബാനി ഹഖീഖത്തുൽ മുഹമ്മദിയയും തമ്മിൽ എന്തില്ല? വാസിത്തയില്ല, ഇടനിലക്കാരില്ല, ഇടയിൽ മറയില്ല, നേർക്ക് നേരെയാണ് ഹഖീഖത്തുൽ മുഹമ്മദിയ പരിശുദ്ധമായ അതിൽ നിന്നും സയ്യിദുന ശൈഖ് അൽബാനി സ്വീകരിക്കുന്നത്. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിൽ നിന്ന് തന്നെയാണ് ദുന്യാവിലും ഉഖ്റവിയായിട്ടുള്ള എല്ലാ മദദുകളും ഒഴുകുന്നത്. അത് പൊതുവായിട്ടായിക്കോട്ടെ, ഒറ്റക്കൊറ്റക്കായിക്കോട്ടെ, ഫർദായിക്കോട്ടെ, ആമായിക്കോട്ടെ, എല്ലാം ആരിൽ നിന്നാണ് വരുന്നത്? എല്ലാ ഔലിയാക്കന്മാരൊക്കെ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? സയ്യിദുന ശൈഖ് അൽബാനി. സയ്യിദുന ശൈഖ് അൽബാനി നേർക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്ന് മനസ്സിലാണ്ടല്ലോ, ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്ന് സ്വീകരിക്കാൻ സ്വഹാബാക്കൾ, അംബിയാ മുർസലുകൾ, പിന്നെ ആരും? സയ്യിദുന ശൈഖ് അൽബാനി. സയ്യിദുന ശൈഖ് അൽബാനിൽ നിന്നാണ് എല്ലാ ഔലിയാക്കന്മാരും എന്താണത്, എല്ലാ സൃഷ്ടിജാലങ്ങളും എല്ലാവരും വരുന്നത് ഏതിലൂടെയാണ്? സയ്യിദുന ശൈഖ് അൽബാനി ഖുതുബുൽ മക്തൂമിലൂടെ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ എല്ലാ സൃഷ്ടിജാലങ്ങളിൽ നിന്നും ഒഴിവാകും അംബിയാ മുർസലിങ്ങൾ അലൈഹിം സ്വലാത്തു വസ്സലാം. അവർക്ക് അംബിയാ മുർസലുകൾക്കും ഹഖീഖത്തുൽ മുഹമ്മദിന്റെ ഇടയിൽ എന്തില്ല? വാസിത്തയില്ല. അവർ നേരിട്ട് ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ നിന്നാണ് മദദുകളൊക്കെയും സ്വീകരിക്കുന്നത്.
അതുപോലെ തന്നെ ആണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അംബിയാ മുർസലുകൾ പോലെ സയ്യിദുന ശൈഖ് ഖുതുബുൽ മക്തൂം റളിയല്ലാഹു അൻഹു തങ്ങളും ഹഖീഖത്തുൽ മുഹമ്മദിയിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നു. അപ്പോൾ മറ്റു അക്താബുകളോ? മറ്റു അക്താബുകൾക്ക് എല്ലാവർക്കും വാസിത്തയുണ്ട്. പക്ഷെ അവരൊന്നും അത് കണ്ടിട്ടില്ല. അവർക്ക് നിന്നൊക്കെയും ഈ വാസിത്ത മറന്നു നിൽക്കുകയാണ്. അവർക്കറിയില്ല ആരിൽ നിന്നാണ് ഞങ്ങൾ ഇത് സ്വീകരിക്കുന്ന അവരുടെ മുമ്പിൽ എന്താണ് മറക്കപ്പെട്ടിട്ടുള്ളത്. അതാരാണ് സയ്യിദുന ശൈഖ് ഖുതുബുൽ മക്തൂം റളിയല്ലാഹു അൻഹു. അപ്പോൾ ചില അക്താബുകളായ ആളുകൾ അവർ ഇത് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ സ്വീകരിക്കുമ്പോൾ അവർ പിന്നെ ചില സമയത്ത് പറയുമെന്ത്, ഞങ്ങൾ സ്വീകരിക്കുന്നത് ഒയറ് വാസിത്വത്തെയാണ് എന്ന്. ഇങ്ങനെ ഒരു വാസിത്വമൊന്നും ഇല്ലാത്ത ആണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നെന്ന് ചില സന്ദർഭങ്ങളിൽ അവർ അക്താബുകൾ പറഞ്ഞു പോകാറുണ്ട്. അത് അവരുടെ ആ അവസ്ഥയിൽ അവർ എന്താണത് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് ആർക്കും കാണാൻ പറ്റാത്ത ഉന്നതമായ ദറജയിലാണ് ആര് കിടക്കുന്നത്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കടക്കുന്നത്. ഇതിനു കൂടെ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഖുതുബുൽ മക്തൂം ആണല്ലോ. ഖുതുബുൽ മക്തൂം റളിയല്ലാഹു അൻഹു. ഈ ഖുതുബുൽ മക്തൂം എന്നതിന്റെ ഹക്കീക്കത്തിന്റെ മക്കാമ് അത് മറക്കപ്പെട്ടതാണ് എല്ലാവരിൽ നിന്നും. അത് ഒരാൾക്കും അത് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ആർക്കും എത്തിപ്പിടിക്കാനോ കണ്ടെത്താനോ നോക്കിക്കാണാനോ പറ്റാതെ മറക്കപ്പെട്ടതാണ് എന്ത്? ഖുതുബുൽ മക്തൂം എന്നതിന്റെ ഹക്കീക്കത്തിന്റെ മക്കാം. മനസ്സിലായോ? അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു, കവിതയിൽ പറഞ്ഞു, ഞാനാണ് എന്ത് ഖാത്തിമുൽ വിലായ എന്നൊക്കെ പറഞ്ഞല്ലോ ഇബ്നുൽ അറബി തങ്ങൾ. ഷെയ്ഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓറെ ജലാലിയത്ത് കൊണ്ട്, ഓറെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ മൈരഫത്തിന്റെ സ്ഥാനം കൊണ്ട് മഹാനവർകൾ ഇത് അന്വേഷിച്ചു. അവരുടെ പേരെന്താണ്, അവരുടെ കബീല എന്താണ്, അവരുടെ സ്ഥാനം എന്താണ്, അവരുടെ സമയം എപ്പോഴാണ് എന്നൊക്കെയും ഇബ്നു അറബി തങ്ങൾ എന്തായി അവരുടെ മക്കാമ് കൊണ്ട് അന്വേഷിച്ചു. പക്ഷേ ചില അവസ്ഥകളല്ലാതെ മഹാനവറുകൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായിട്ടില്ല, ഈ അവസ്ഥകളൊന്നും മഹാനവറുകൾക്ക് അറിയിച്ചു കൊടുത്തില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ ഈ ഇങ്ങനെയുള്ള ഖുതുബുൽ മക്തൂം എന്നവരുടെ അവസ്ഥ അന്വേഷിച്ചപ്പോൾ ഇതൊന്നും ആർക്ക് അറിയിച്ചു കൊടുത്തില്ല? ഇബ്നുൽ അറബി തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തില്ല. പിന്നീട് മഹാനവറുകൾ ഇതൊക്കെയും അള്ളാഹുവിലേക്ക് വിട്ടു. ഈ വിഷയം ഉപേക്ഷിച്ചു, അന്വേഷിക്കാൻ പിന്നെ നിന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ഇത് കർണ കാര്യങ്ങൾ അത് പിന്നീട് ബഹുമാനപ്പെട്ടവർ അറിഞ്ഞതെന്താ, ഒരു സുൽത്താൻ ആദിലായി ഉമ്മത്തിൽ ഒരു ആദിലായ നീതിമാനായ ഒരു സുൽത്താൻ പ്രത്യക്ഷപ്പെടാനുണ്ട്. പക്ഷെ ഇത് മറച്ചു വെക്കാൻ എന്തായി പിന്നെ ഇബ്നു അറബി തങ്ങളോട് പറയപ്പെട്ടു, കൽപ്പന വരപ്പെട്ടു. എന്ത്, ഇതെന്താവണം, മറച്ചു വെക്കണമെന്ന്. കാരണം അപ്പോൾ ഒരു ആദിലായി ഒരു സുൽത്താൻ ഈ ഉമ്മത്തിൽ വരാനുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന മഹദി ഇമാം അല്ല. മഹദി ഇമാം എന്തല്ല, കുത്തുബല്ല. അപ്പോൾ അതല്ലാത്തൊരു സുൽത്താൻ, ആദിലായ ഒരു സുൽത്താൻ എന്തുണ്ട്, വരാനുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങളോട് എന്തും പറഞ്ഞു, ഇത് മറച്ചു വെക്കണം എന്നും പറഞ്ഞു. അപ്പോൾ മഹാൻ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ മഹാൻ അവർ എന്തായി, സ്വയം തന്നെ മക്തൂം എന്ന പേര് അവർക്ക് നൽകി. ആർക്ക്? ഈ സുൽത്താൻ. മനസ്സിലായോ? അപ്പോൾ ബഹുമാനപ്പെട്ട അൽ മക്തൂമുൽ അക്ബർ എന്ന് പറയുന്ന പേര് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അൽ മക്തൂമുൽ അക്ബർ എന്ന് പേരിട്ടത്. അത് ആരാണ്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇബ്നു അറബി തങ്ങള് അന്ന് ഇബ്നുൽ മക്തൂം ഖുതുബുൽ മക്തൂം എന്ന അൽ മക്തൂം എന്ന ഓരോ കിതാബിൽ പേര് വെച്ചിട്ടുണ്ട്. അത് എന്താണ് ഓർ മനസ്സിലാക്കിയ മക്തൂം എന്ന വേർഡ് അവർ അവിടെ ഉപയോഗിച്ചു. അതാണ് നമ്മളെ ഹെഡിങ്, പേര് ഇബ്നു അറബി തങ്ങൾ ഉദ്ധരിച്ചു എന്നുള്ളത്. അവർ ഉപയോഗിച്ചത് ഖുതുബുൽ അതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന് അൽ മക്തൂമുൽ അക്ബർ, ഖുതുബുൽ മക്തൂമാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. ആ ഖുതുബുൽ മക്തൂം ഏതാണ്? അൽ മക്തൂമുൽ അക്ബർ ആണ്. അത് ആരാണ് പേരിട്ടത്? പുണ്യ നബി സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ഔലിയാക്കന്മാരുടെ അടുക്കൽ ബഹുമാനപ്പെട്ടവരുടെ മക്കാം, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മക്കാം മക്തൂമാണ്, മറക്കപ്പെട്ടതാണ്, ആർക്കും എത്തിപ്പിടിക്കാൻ കണ്ടെത്താൻ സാധിക്കാത്തതാണ്. അത് ഒരാൾക്കും എന്താവില്ല, വെളിപ്പെടുത്തൂല.
ആർക്കും അത് കണ്ടെത്താൻ കഴിയൂല. അപ്പോൾ ബഹുമാനപ്പെട്ട അൽ ഹാത്തിമി അഥവാ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്, കണ്ടെത്തിയത് എന്താ, അന്വേഷിച്ച് കണ്ടെത്തിയത് എന്താ? അവർ അറിഞ്ഞത് ആ ആളുടെ സ്ഥാനവും ഉയർച്ചയും അള്ളാഹുവിന്റെ അടുക്കലൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മഹാനവറുകൾ ഒരു അതിലായ സുൽത്താൻ എന്നൊക്കെയും പറഞ്ഞത്. അതുകൊണ്ട് മഹാനവറുകൾ ഈ കുത്തുബുൽ അസ്കർ അഥവാ ഈ സുൽത്താൻ എന്തായി മക്തൂമൻ എന്ന് പേരിട്ടു. സത്യത്തിൽ ഇവർ ആരാണ്? മക്തൂമുൽ അസ്കർ, ഈ സുൽത്താൻ. മഹാനവർ പറഞ്ഞ മക്തൂം എന്ന കിതാബിലൊക്കെ ഉദ്ധരിക്കുന്ന ആ മക്തൂം ആരാണ്? അൽ മക്തൂമുൽ അസ്കർ ആണ്. അൽ മക്തൂമുൽ അക്ബർ ആരാണ്? സയ്യിദുൽ ഷേഖ്. ആ പേര് ആരിട്ടതാണ്? സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുണ്ടോ? അപ്പോൾ സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു, ഇതാണ് ഇബ്നു അറബി തങ്ങളായിട്ട് പറഞ്ഞത്. അതിന്റെ കൂടെ പറയാണ് സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു ഈ കുറെ ശത്രുക്കളായ നിരൂപകരായ ആക്ഷേപിക്കുന്ന ആളുകളും വാദത്തിന് വരുന്ന ആളുകളൊക്കെയും സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് കുറച്ച് കൂടിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ എടുക്കണോ, എങ്ങനെയാന്നൊക്കെ പറഞ്ഞല്ലോ. ഈ വിഷയം സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ, സയ്യിദുൽ ഷേഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അസ്ഹാബുകളോട്, നിങ്ങൾ അവരോട് പറയുക, മിൻ ആദമ ഇലൻ നഫ്ഇ ഫി സൂരി ലം യബ്ല അഹദുൻ മഖാമന മഅദ സഹാബ. ആദം നബി അലൈഹിസ്സലാം മുതൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാലത്തിൽ ഊതുന്നത് വരെയും ഒരാളും സഹാബാക്കളല്ലാത്ത വേറൊരാളും എന്താവില്ല, ലം യബ്ലു അഹദുൻ മഖാമന, ഒരാൾക്കും എന്റെ സ്ഥാനത്ത് എത്താൻ പറ്റില്ല. സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു കുറച്ചും കൂടി ഉറപ്പിച്ചു പറഞ്ഞു. തീർന്നില്ല. ബൽ അതെ അങ്ങനെ മിൻ ഖിബലി ആദം ഇല നഫ്ഇ ഫി സൂർ അലാ റഗ്മി അൻഫിക്കും, ഉറപ്പിച്ച് സയ്യിദുൽ ഷേഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാം മുതൽ സൂർ എന്ന കാലത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന വരെയും എല്ലാവരും സഹാബാക്കളെ ഒഴികെ എല്ലാവരുടെയും മുകളിലാണ് ആര്, ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത മക്കാമിലാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഷൈഖ് റളിയല്ലാഹു അൻഹു. ആ ആക്ഷേപിക്കുന്ന ആളുകളൊക്കെ റഹിമാഹുക്കും, അവർ നശിച്ചു പോട്ടെ എന്ന് അറബികൾ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരിക, തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.